ഹായ്, ഗ്രേസ് ഓഫ് ഗോഡ് മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 61ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തേനും വൈബും എന്ന് പറയുന്ന സോങ്ങിൻ്റെ പാർട്ട് 1 പല്ലവി ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 2 ആയിട്ടുള്ള അനുപല്ലവിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം മനോഹരമായിട്ടുള്ള ആ പാട്ടിൻ്റെ അനുപല്ലവി വളരെ ശ്രദ്ധയോടെ കണ്ട് നോട്ട് എഴുതിയെടുത്ത ശേഷം പഠിച്ച് വായിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോട്ട് നമുക്ക് നോക്കുന്നതിന് മുമ്പ് ആ ലൈൻ നോക്കാം. ഓരോ ലൈൻ അനുസരിച്ച് നോക്കാം. മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പാഴത്തോട്ടം. ആ ഭാഗമാണ് നമ്മൾ വായിക്കാൻ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗം ഞാൻ ആദ്യമേ വായിച്ച് കേൾപ്പിക്കാം. അപ്പം അതിൻ്റെ ആദ്യത്തെ ഭാഗത്തിൻ്റെ അനുപല്ലവിയുടെ ആദ്യത്തെ ലൈൻ്റെ നോട്ട് പറഞ്ഞുതരാം. എ സി എന്നിട്ട് സി 5 പ്രാവശ്യം, സി 5 പ്രാവശ്യം, എ സി കഴിഞ്ഞിട്ട് സി 5 പ്രാവശ്യം, എ സി അത് കഴിഞ്ഞിട്ട് സി 5 പ്രാവശ്യം, സി 5 പ്രാവശ്യം, അത് കഴിഞ്ഞിട്ട് സി ഡി സി ഡി, അത് കഴിഞ്ഞിട്ട് സി ഡി സി ഡി സി ഡി സി ഡി, അടുത്തത് സി എ സി എ. അപ്പം മാനത്തെ ശിങ്കാര തോപ്പിൽ അത്ര ഭാഗമാണ് അത്. ഓക്കെ, അപ്പം ആ നോട്ടൊന്നുകൂടെ പറഞ്ഞു തരാം. എ സി 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 വീണ്ടും 5 പ്രാവശ്യം. അപ്പോൾ ടോട്ടൽ 6 സി വരും. ഓക്കെ, എ സി സിയുടെ കൂട്ടി 6 സി വരും. അപ്പം ആദ്യമേ എ സി, അടുത്ത് സി 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 5 സി. ഓക്കെ, അടുത്തത് സി ഡി സി ഡി സി ഡി സി ഡി, അടുത്തത് സി എ. അപ്പം എ സി 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 ഡി സി ഡി സി എ. അടുത്തത് ഒരു ഞാലിപ്പൂവൻ പഴ തോട്ടം. അപ്പോൾ അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് അടുത്ത് ജി എ ജി എ, അടുത്തത് 5 പ്രാവശ്യം സി, ജി എ 5 പ്രാവശ്യം സി, ജി എ ഒരു ഞാലിപ്പൂവൻ പഴ. അപ്പം സി 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 5 പ്രാവശ്യം സി, അടുത്തത് സി, അടുത്തത് നോട്ടെന്ന് പറയുന്നത് ഡി ഡി ഇ ഡി സി എ, ഡി ഇ ഡി സി എ, ഡി ഇ ഡി സി എ, ഡി ഇ ഡി സി എ. അപ്പോൾ ഈ നോട്ടൊന്നുകൂടെ പറഞ്ഞുതരാം. ജി എ സി 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 5 പ്രാവശ്യം സി, എന്നിട്ട് ഡി ഡി ഇ ഡി ഇ ഡി സി എ, ഡി ഇ ഡി സി എ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ജി എ സി 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 സി, അടുത്ത് ഡി ഇ ഡി സി എ. അപ്പം അത് വായിക്കേണ്ടത് ഓക്കെ. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് കാലത്തും വൈകിട്ടും കുമ്മാളത്തേനുണ്ണ നീയും പോരും. ആ ഒരു ഭാഗമാണ്. എനിക്ക് എൻ്റെ ലിറിക്സ് അറിയില്ല, അപ്പോൾ വായിച്ച് കേൾപ്പിക്കാം. അതിനുശേഷം അതിൻ്റെ നൊട്ടേഷൻ പറഞ്ഞുതരാം. അപ്പം ഈ ഒരു ആദ്യമേ നമ്മളിപ്പോൾ വായിച്ചത് അത് 2 പ്രാവശ്യം വായിക്കണം. അത് കഴിഞ്ഞിട്ടാണ് അടുത്തത്. ഓക്കെ, കാലത്തും വൈകിട്ടും ഉള്ളത് പിന്നീട് അത് കഴിഞ്ഞിട്ടാണ്. ആദ്യത്തെ 2 പ്രാവശ്യം വായിച്ച ശേഷമാണ് പിന്നെ കാലത്തും വൈകിട്ടും എന്നുള്ള അടുത്ത ഈ ലാസ്റ്റ് ലൈനായിട്ട് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം ആദ്യമേ. ഇതാണ് അതിൻ്റെ നോട്ട് വായിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത നോട്ടേഷനായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാലത്തും വൈകിട്ടും. അപ്പം അതിൻ്റെ നോട്ടെന്ന് പറയുന്നത് എ ടോപ്പിൽ, അടുത്ത ടോപ്പിലോട്ടാണ് വായിക്കുന്നത്. എ ഇ ഡി എ ഇ ഡി എന്ന് പറയുന്നത് ടോപ്പിലാണ് വായിക്കേണ്ടത്. എ മിഡിലാണ് വായിക്കേണ്ടത്.
AED അടുത്തത് DDC അടുത്തത് AEDCAC കാലത്തും വൈകിട്ടും എന്നുള്ളതാണ് CAC, കാലത്തും വൈകിട്ടും. അപ്പം AEDCAC. അടുത്തത് കുമ്പാളത്തേനുണ്ണാൻ എന്ന് പറയുന്നത്. അപ്പം അടുത്ത DDC അടുത്തത് AG ഷാർ. അടുത്ത നോക്കുക DDC AG ഷാർ. ഓക്കെ. അടുത്തത് GAG അടുത്തതെന്ന് പറയുന്നത് GAG മിഡിലേക്ക് വരുന്നു. GAGED. അടുത്തത് DEGED DCC. അടുത്ത DCC. അവസാനത്തെ ഒന്നുകൂടെ പറഞ്ഞുതരാം. GAGED. അടുത്തത് DEGED. അടുത്തത് DCC. ഇതാണ്, ഇത്രേ ഉള്ളൂ അനുപല്ലവിയുടെ നോട്ട്. ഇത് നല്ല രീതിയിൽ എഴുതിയെടുത്ത ശേഷം വായിച്ച് പഠിക്കുക. അപ്പം ഈ അനുപല്ലവിയുടെ ഈ ഒരു ഭാഗം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾ പാട്ട് കേട്ട ശേഷം അതനുസരിച്ച് തന്നെ വായിച്ച് പഠിക്കുക. ഈ നോട്ട് എഴുതിയെടുത്ത് ആ പാട്ട് കേൾക്കുക. കേട്ട ശേഷം ഇതിൻ്റെ ഫുൾ പാട്ടായിട്ട് നിങ്ങൾ വായിച്ച് പഠിക്കുക. നല്ല മനോഹരമായിട്ടുള്ള, നല്ല വൃത്തിയായിട്ടുള്ള, നല്ല രീതിയിൽ നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്ങാണ്. അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് അതിൻ്റെ ആ ഒരു ഇതനുസരിച്ച് വായിച്ചെടുക്കാൻ സാധിക്കും. അതിൻ്റെ ആ ഒരു നിർത്തലും അതൊക്കെ ഉണ്ടല്ലോ, അതപ്പം നമ്മൾ കട്ടായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ മാക്സിമം നന്നായിട്ട് വായിച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഈ പാട്ട് വായിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള, നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ദയവായിട്ട് അറിയിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്പർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ഇട്ടാൽ മതി, നമ്പർ തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, തരുന്നുണ്ട്, അതിന് നന്ദി. അപ്പോൾ വീണ്ടും നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട്, വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് തരുന്ന വളരെ ഉപകാരമായിരിക്കും. പിന്നെ മാക്സിമം നിങ്ങളുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്ക്, നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. അവർക്കും കീബോർഡ് രംഗത്തേക്ക് കടന്നിട്ട് വലിയൊരു ഉത്തേജകമായിട്ട് നിങ്ങൾ മാറുന്നതായിരിക്കും. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ
ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മനോഹരമായിട്ടുള്ള അടുത്തൊരു പുതിയ ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.